ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് രേണുസുതി എന്ന് പറയുന്നത്. രേണുസുതി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ രേണുസുതിനെ കുറിച്ച് നമ്മളെല്ലാവരും എന്നും സംസാരിക്കണം എന്നാണ് രേണുസുതിക്ക് ആഗ്രഹം തോന്നുന്നു. എല്ലാ ദിവസവും അവരെ കുറിച്ചുള്ള ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും. ചില ദിവസം വേറെയുള്ള ആളുകൾ ന്യൂസ് ഉണ്ടാക്കും, ചില ദിവസം അങ്ങനെ ന്യൂസ് ഇല്ലാത്ത ദിവസം അവർ തന്നെ സ്വന്തമായി ന്യൂസ് ഉണ്ടാക്കും. എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന ആളാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് എന്നല്ല, കുറേ സബ്ജക്റ്റുകൾ നമുക്ക് സംസാരിക്കാനായിട്ട്, നമുക്ക് ചിന്തിക്കാനായിട്ട്, നമുക്ക് തമ്മിൽ പറയാനായിട്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനായിട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈയിടെ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഉണ്ടായി. സുധിയുടെ ചരമവാർഷികമായിരുന്നു. ആ ദിവസം അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി. അലൻ ജോസ് പെരേര ഡാൻസ് കളിച്ചു, രേണുസുതി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. രേണുസുതി രാവിലെ കരഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം ചിരിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരും ആഘോഷമായി ഭക്ഷണം കഴിച്ചു, പൊട്ടിച്ചിരിച്ചു, വൈകുന്നേരം ഡാൻസ് കളിച്ചു. അങ്ങനെ ഒരു ആഘോഷ ദിവസം കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും സുധിയുടെ മരണം ചർച്ചയാവുകയാണ്. സുധി മരിച്ചു. അപ്പോൾ ഈ ചരമവാർഷികം അവർ ചടങ്ങുകളൊക്കെ നടത്തിയത് പള്ളിയിലായിരുന്നു, കല്ലറയിലാണ് സുധീനെ അടക്കിയത്, പള്ളിയിലാണ് സുധീനെ അടക്കിയത്. അപ്പോൾ സുധി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ സുധി മരിച്ച സമയത്ത് സുധിയുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം, കൊല്ലത്ത് കൊണ്ടുപോകണം. കൊല്ലം സുധി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് സുധിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നു, സുധിയുടെ ബ്രദർ പറഞ്ഞിരുന്നു, അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ രേണു പറഞ്ഞു, ഇല്ല, സുധിച്ചേട്ടനെ ഇവിടെ നാട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൽ കോട്ടയത്ത് അടക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കുറേ എന്തൊക്കെയോ ചർച്ചകളും പ്രശ്നങ്ങളും നടന്നു തോന്നുന്നു. കൊല്ലം സുധിയുടെ ബോഡി ആദ്യം കൊല്ലത്ത് കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ളവരാരും ഇങ്ങോട്ട് കോട്ടയത്തേക്ക് വന്നില്ല, കൊണ്ടു ചെല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വലിയ വിഷയമായി. അങ്ങനെ അവിടെ കൊണ്ടുപോയി ബോഡി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ തീരുമാനമാവും. കൊല്ലം സുധീനെ കൊല്ലത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതുകൊണ്ട് അവരെ ആരും ബന്ധുക്കൾ ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കാൻ വന്നതുമില്ല. അപ്പോഴേ നമുക്ക് ആലോചിക്കാം, അവർ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ, രേണുസുതിയും സുധിയുടെ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരിക്കും എന്നാലോചിക്കാം. കാരണം ഇത്ര ശത്രു ആണെങ്കിലും മരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അല്ലേ. സുധിയുടെ അവസാന ചടങ്ങുകൾക്കൊന്നും അവരെ വീട്ടിൽ നിന്ന് അമ്മയൊന്നും വന്നിരുന്നില്ല തോന്നുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞുപോയി. സുധീനെ ഒരു കല്ലറയിലാണ്, പള്ളിയുടെ കല്ലറയിലാണ് അടക്കിയത്. അവർക്കെന്ന് പറഞ്ഞാൽ പള്ളിയിൽ അടക്കണമെങ്കിൽ ആ ക്രിസ്ത്യൻ മതവിശ്വാസിയായിരിക്കണം, പള്ളിയിൽ കല്യാണം നടത്തണമെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളായിരിക്കണം. ഇപ്പം നമുക്കറിയാം, ഒരു ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ട ആളെ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽപ്പെട്ട ആള് ക്രിസ്ത്യൻ ആചാരപ്രകാരം കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം മാമോദിസ മുക്കണം. നമ്മൾ PC ജോർജ് സാറിൻ്റെ മോൻ്റെ ഷോൺ ജോർജിൻ്റെയും ജഗതിയുടെ മോൾ പാർവതിയുടെയും വിവാഹ സമയത്ത് രണ്ടുപേരും വിവാഹം കഴിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അവർക്ക് രണ്ട് ആചാരപ്രകാരം വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജഗതി പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യനെ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കുകയായിരിക്കും പിന്നീട് ചെയ്യുക, അതുകൊണ്ട് നീ ഒരു മതം മാറി ആ രീതിയിലും കൂടെ വിവാഹം നടത്തുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് കൊണ്ട് ഈ പെൺകുട്ടി, പാർവതി പറഞ്ഞ പെൺകുട്ടി മതം മാറുകയും ക്രിസ്ത്യൻ ആചാരപ്രകാരം കൂടി, ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തി ക്രിസ്ത്യൻ ആചാരപ്രകാരവും പള്ളിയിൽ വെച്ച് വിവാഹം നടത്തുണ്ടായി. അപ്പോൾ നമുക്കറിയാം, പള്ളിയിൽ വിവാഹം കഴിക്കണമെങ്കിലോ അടക്കണമെങ്കിലോ ഒക്കെ ആ വ്യക്തി ഒരു മതം മാറിയിട്ടുള്ള ആളായിരിക്കണം എന്ന് അറിയാം. അപ്പോൾ സുധി മരിച്ച സമയത്ത് സുധിയെ അടക്കിയത് പള്ളിയിലാണ്. അപ്പോൾ മതം മാറിയിരുന്നു, അങ്ങനത്തെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇത് പൊതുവെ ഈ കത്തോലിക്ക അങ്ങനത്തെ വലിയ ചർച്ചകളിലൊക്കെയാണ് ഈ മതം മാറ്റം, മാമോദിസ ഒന്നും എനിക്കറിയില്ല. ഇവര് എന്തോ ഇവാഞ്ചലിക്കൽ അങ്ങനെ എന്തോ പോലുള്ള ഒരു വിശ്വാസത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ഈ രേണു എന്ന് പറയുന്നത് തോന്നുന്നു. എന്തായാലും അവരുടെ പള്ളിയിൽ സുധീനെ അടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഈയിടെ സുധിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പിന്നെ സുധീനെ കൊല്ലത്ത് അടക്കണം എന്ന് സുധിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും ചിലപ്പോൾ അവരുടെ നമ്മൾ നന്നായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയായിരിക്കും അല്ലേ, എന്നെ എൻ്റെ വീട്ടിലടക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അച്ഛൻ അടക്കിയ സ്ഥലത്ത് അടക്കണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലടക്കണം, മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഭൂമിയിൽ കിടക്കണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ എല്ലാവരും പറയൂ അല്ലേ. അപ്പോൾ ഈ ഫ്രണ്ട് പറയുന്നത് സുധിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ കൊല്ലം സുധി എന്ന് അറിയപ്പെടുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും കൊല്ലത്ത് കിടക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, എന്നെ കൊല്ലത്ത് എൻ്റെ വീട്ടിൽ അടക്കണം എന്ന് സുധി പറയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ ഒരു ഫ്രണ്ട് ഈടെ രംഗത്ത് വരുണ്ടായി. അപ്പം തന്നെ നമുക്ക് എന്ത് കേട്ടാലും ഇപ്പം നമ്മളത് മിണ്ടാതെ പ്രതികരിക്കാതെ ഇരിക്കുന്നില്ല വെച്ചാൽ അത് വിവാദമല്ല, പിന്നെ അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാതെ അതങ്ങ് പോകും. പക്ഷേ രേണുസുധിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം രേണുസുധി വന്ന് പ്രതികരിക്കും. അപ്പോൾ രേണുസുധി വന്നിട്ട് പറഞ്ഞു, സത്യമായിട്ടുള്ള കാര്യമാണ്, എന്നോട് സുധിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ തന്നെ അടക്കണം എന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് രേണുസുധി ഈടെ വന്ന് പറയുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനമായിട്ട് കിടക്കുക, അത് പള്ളിയിലാണെങ്കിലും പിന്നെ സ്വന്തം വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ശ്മശാനത്തിലാണെങ്കിലും അയാളുടെ അടക്കിയ സ്ഥലത്തേക്ക് സമാധാനമായിട്ട് കിടക്കണമെങ്കിൽ ഒരു
രോഗം വേണമെന്ന് സുധീൻ്റെ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സുധി മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു കാലം കുറച്ചു കാലം ഇല്ല, അന്ന് മുതലേ രേണു സുധി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കും, എന്നും സുധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ചെയ്യുന്ന അവസ്ഥയാണല്ലേ. ഇപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സുധിയുടെ കല്ലറ പൊളിക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ. 2 വർഷമായിട്ട് മരിച്ചു പോയിട്ട് അയാൾക്കൊരു സമാധാനം കിട്ടി. രേണു പറയുന്നത് എൻ്റെ സുധിച്ചേട്ടൻ ഇതൊക്കെ കണ്ട് ആഹ്ലാദിക്കുന്നുണ്ടാവും, എൻ്റെ വളർച്ച കണ്ട് ആഹ്ലാദിക്കുന്നുണ്ടാവും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്നും സുധീനെ അവിടെ അടക്കിയേ ശരിയായോ, സുധീൻ്റെ ഭാര്യ ഇങ്ങനെ അഴിഞ്ഞാണി നടക്കുന്നോ, സുധിയുടെ ഭാര്യ അങ്ങനെ നടക്കുന്നോ ഇങ്ങനെ നടക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ചർച്ച നടത്തി ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ ആത്മാവിന് ഒരു സൗകര്യവും കൊടുക്കാത്ത കാര്യങ്ങളാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോഴും രേണുസുധിയുടെ ഇന്റർവ്യൂ കിടക്കുന്നുണ്ട്. അതിൽ രേണുസുധി ഇന്നലെ 2 ദിവസം മുന്നേ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിന്റെ 2 ദിവസം മുന്നേ വെറുതെ ഈ ആളുകൾ മൈക്കും പിടിച്ച് ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയുന്ന അഭിപ്രായങ്ങളല്ല. ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് ഇന്റർവ്യൂസ് എടുക്കുന്ന ചാനലുകളില്ലേ, ആ ചാനലിൽ പോയിട്ട് എല്ലാ ദിവസവും പോയിട്ട് എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത്? സതിൽ അവർക്ക് അത്രയും അവരെ ആ ഒരു പ്രശസ്തി അവരെ അത്രയും ഭ്രമിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. നമ്മൾ എന്തെങ്കിലും അവരെ കുറിച്ച് പറഞ്ഞാൽ ഒരു വലിയ വെട്ടുകിളിക്കൂട്ടം വന്നിട്ട് അവർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കുക, അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇവരുടെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്ത, സുധിയുടെ ഈ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുത്ത ശുശ്രൂഷയൊക്കെ നടത്തിയ ഒരു അച്ഛനുണ്ട്, സന്തോഷ് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ. ബിഷപ്പ് ഉണ്ട്. അയാളെ കുറിച്ച് ഒരുപാട് എന്തൊക്കെയോ തട്ടിപ്പുകൾ അയാളുടെ പേരിൽ കേസുകളൊക്കെ ഉള്ളതാണ്. ആ അച്ഛനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരു വീഡിയോയും കൊണ്ട് ഈ കുറച്ചു ദിവസം മുന്നേ രേണു വന്നിരുന്നു. ഇങ്ങനെയാണ് വീഡിയോ: എൻ്റെ കയ്യിൽ ഒറ്റ പൈസയും ഇല്ലായിരുന്നു. നമ്മൾ ഈ രുദ്രാക്ഷം വിൽക്കുന്നതും ഏലസ് വിൽക്കുന്നതും പരസ്യം TV-യിൽ സ്പോൺസേർഡ് പരസ്യങ്ങൾ കാണില്ലേ, അതുപോലെ രേണു വന്നിട്ട് എൻ്റെ കയ്യിൽ ഇന്ന് രാവിലെ ഒരു പൈസയും ഇല്ലായിരുന്നു, എൻ്റെ മോനെ സ്കൂളിൽ വിടുമെന്ന് എനിക്ക് എങ്ങനെ അറിയില്ലായിരുന്നു, ബാഗ് വാങ്ങണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു കുറവും വരത്തില്ലായിരുന്നു. അപ്പോഴാണ് ഈ അച്ഛൻ വന്നിട്ട് എൻ്റെ മോന് ബാഗും സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളും വാങ്ങിക്കൊടുത്തത്. ഈ ആഴ്ച തോറും ചാനൽ തോറും നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന രേണുവിന് അവർ 5 പൈസ വരുമാനം കൊടുക്കുന്നില്ലേ? എല്ലാ ദിവസവും ഈ ആൽബത്തിൽ അഭിനയിക്കുന്ന രേണുവിന് അവർ 5 പൈസ വരുമാനം കൊടുക്കുന്നില്ലേ? ഒരു കുട്ടീനെ സ്കൂളിൽ വിടാൻ എത്ര പൈസ വേണം? എനിക്ക് തോന്നുന്നു 2000 രൂപ ഉണ്ടെങ്കിൽ ഒരു 500-600 രൂപയുടെ ഒരു ബാഗും ആ കുട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് ബുക്കും ആ കുട്ടിക്ക് ഒരു കുടയോ ഒരു വാട്ടർ ബോട്ടിലോ എല്ലാം കൂടെ വാങ്ങാൻ 2000 രൂപ വേണ്ട, ഒരു 5000 രൂപ മതി. ആ 5000 രൂപ രേണുസുധിന്റെ കയ്യിൽ എടുക്കാനില്ല. ഇവരെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന? ഇവർക്ക് തൊഴിലുറപ്പിന് പോയിക്കൂടെ? തൊഴിലുറപ്പിന് പോയാൽ ദിവസം ഇത്ര രൂപ കൂലി കിട്ടില്ലേ? അതുകൊണ്ട് അവർക്ക് ആ കുടുംബം ഭംഗിയായിട്ട് നോക്കി നടത്തിക്കൂടെ? പിന്നെ ഇവരെന്താ ഈ പാഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ഒരു ബുക്ക് വാങ്ങാൻ പോലും കാശില്ലെങ്കിൽ അവരെന്താണ് ഈ പാഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പള്ളിയിലച്ഛനെ, ഈ അച്ഛനെ, ഇത്രയും ഫ്രോഡ് കാണിച്ച് ഇത്രയും കേസുള്ള ഒരു അച്ഛനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് വന്നിട്ട് അവർ ദേഷ്യപ്പെടും, നമ്മളെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്നെ വിറ്റ് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കത് ആഗ്രഹമാണ്. അവർക്ക് എപ്പോഴും അവരെക്കുറിച്ചൊരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കണം, എപ്പോഴും അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ എത്രയോ സൂപ്പർ സ്റ്റാറുകളുണ്ട്, എത്രയോ നടിമാരുണ്ട്, എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അവരെ സിനിമ നമ്മൾ കാണുന്നു, അതങ്ങ് പോകുന്നു. അല്ലെങ്കിൽ അവർ നല്ല സിനിമ വരുമ്പോൾ കൊള്ളാമെന്ന് അഭിപ്രായം പറയുന്നു. അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവർ പോകുന്നു. ഈ രേണുസുധി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോ. എന്തെങ്കിലും പറഞ്ഞാൽ അവർ വിധവയല്ലേ, ആ വിധവയെ നമ്മളിങ്ങനെ അപമാനിക്കണോ? അവർക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കുമോ? അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇനി അവരുടെ PR വർക്കാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ആരാധകരുണ്ടാവും അങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു വലിയ സ്റ്റാർ ആണെങ്കിലും ഓക്കെ, അവർക്ക് അന്ധമായ ആരാധകരുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു വേടന്റെ കേസ് വരികയാണെങ്കിൽ ഒരുതരം മാസ് ആരാധനയാണ്. അതൊരു ഹിസ്റ്റീരിയ പോലുള്ള ആരാധന വന്നിട്ടാണ് ആളുകൾ ഇങ്ങനെ ഈ വേടൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവരെ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഇവരങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണോ? എനിക്കറിയില്ല. എന്തായാലും ഇനിയും വരും, നാളെയും വരും, മറ്റന്നാളും ഞാൻ ഇതേ സബ്ജക്റ്റായിട്ട് വരേണ്ടി വരും. കാരണം അതിനുള്ള വിഷയങ്ങൾ അവരുണ്ടാക്കും. എല്ലാവർക്കും നന്ദി.